ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെറു സ്റ്റോറീസ്. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ തിരുവനന്തപുരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ തിരുവനന്തപുരം നാഗർകോവിൽ വഴി കന്യാകുമാരിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ പോണ വഴിക്ക് നാഗർകോവിലിൽ നിന്ന് ഒരു ബിരിയാണി കടയിൽ നിർത്തിയിട്ടോ, സേലം RR ബിരിയാണി. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ബിരിയാണി നിങ്ങൾ കഴിക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ബിക്കോസ് ഇവിടുത്തെ ഒരു ബിരിയാണിക്ക് 275 രൂപയാണെങ്കിലും അതിൻ്റെ അത്രയും ക്വാണ്ടിറ്റി ഇവർ നമുക്ക് നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബിരിയാണി മേടിച്ച് 2 പേർക്ക് കഴിക്കാം, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഇതൊന്നും അറിയാതെ ഞങ്ങൾ പോയി കഴിച്ച്, ഞങ്ങൾ 6 മേടിച്ച്. ഒരെണ്ണം തന്നെ തീർക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിട്ട് പോണ വഴിക്ക് ഇവിടെ നിന്ന് തന്നെ ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ കറക്റ്റ് 4 മാത്രം കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് വയറ് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അപ്പം നല്ല ഈ കടയാട്ടോ ഇത്, എല്ലാവരും ഇവിടെ തന്നെ കയറി കഴിക്കുക. അതുമാത്രമല്ല ഇവിടെ കേസരിയുമുണ്ട്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് നമ്മുടെ സഹ്യപർവ്വതങ്ങൾ കണ്ടു കേട്ടോ. ഇവിടെയും സഹ്യപർവ്വതങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ കുറേ കോവിലുകൾ കണ്ടു. അങ്ങനെ പോണ വഴിക്കാണ് നമ്മൾ താമരപ്പടം കണ്ടത് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ, കുറേ താമരകൾ വിരിഞ്ഞിട്ട് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും കുറച്ച് മജന്ത ഷെയ്ഡിലൊക്കെ ആയിട്ട് നല്ല കുറേ താമരകൾ. ശരിക്കും നമ്മൾ അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഇന്ത്യ ഫ്ലാഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കന്യാകുമാരി സൺസെറ്റ് പോയിന്റ് എത്താറായിരുന്നു. അപ്പോൾ നിങ്ങൾ നേരെ കാണുന്നതാണ് നമ്മുടെ സൺസെറ്റ് പോയിന്റ് കേട്ടോ. നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് പോകണം. ഇപ്പൊ നിങ്ങൾ നേരെ കാണുന്നത് ബേ ഓഫ് ബംഗാളും നമ്മുടെ ഇന്ത്യൻ ഓഷ്യനും അതുപോലെ അറേബ്യൻ സീയും കൂടി യോജിക്കുന്നത് ത്രിവേണി സംഗമത്തിന്റെ ഒരു ചെറിയ ഭാഗമാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത് പതിയെ ഈ ഒരു കുഞ്ഞ ടോട്ടോസ് ഗ്രീൻ ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, അത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്, പിന്നെ കറക്റ്റ് നേവി ബ്ലൂ ഷെയ്ഡ്, അങ്ങനെ ഒരു കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ലക്ഷദ്വീപിൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പോഴായിരിക്കും അങ്ങനെ കണ്ടത്. നല്ല രസമായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഇത് കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ നല്ല കടൽക്കാറ്റും ഉണ്ടായിരുന്നു. അതേപോലെ നല്ല ഈ കടലിൽ നിന്നുള്ള ആ ഒരു കാറ്റിൻ്റെ ഉപ്പുരസവും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അഥവാ നമ്മളിപ്പോൾ കുടവയൊക്കെ ഇടാൻ വേണ്ടി വാ തുറക്കുമ്പോൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും കാറ്റ് വരുന്നത്. അപ്പോൾ വായിടങ്ങ് പോകുമ്പോൾ ഒരു ചെറിയ ഉപ്പുരസമൊക്കെ പോലെ ഉണ്ടാവും. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ കന്യാകുമാരിയൊക്കെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഏറ്റവും നല്ല ഏർലി മോർണിംഗ് വരണം, എന്നിട്ട് നമ്മൾ സൺറൈസ് കാണണം. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം, ഞങ്ങളിപ്പോൾ ഒരു 4:45 ആയപ്പോഴാണ് എത്തിയത്. വൈകുന്നേരം വന്നാൽ ഒരു സൺസെറ്റ് കാണുക, അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കന്യാകുമാരിയിലെ സാധനം. ദെൻ നമ്മൾ കന്യാകുമാരി സൺസെറ്റ് പോയിന്റ് എത്തിയിട്ട് സണ്ണൊക്കെ സൺസെറ്റ് ആവാറായിട്ടോ. കണ്ടോ, അവിടെ നിങ്ങൾ നേരെ കാണുമ്പോൾ ഉദിച്ച് നിൽക്കുന്ന നമ്മുടെ ഉദിച്ചല്ല, അസ്തമിക്കാൻ പോകുന്ന നമ്മുടെ സണ്ണ് കണ്ടോ. അവിടെ കുറെ വലിയ പാറകളും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരു മാതാവിന്റെ ഗ്രൂട്ടോയും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. കാണിച്ചപ്പോൾ വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾ പുറകെ കാണുന്നതായിട്ട് സൺസെറ്റ് പോയിന്റ്. അപ്പം നല്ലൊരു സ്ഥലമാണ്, നിങ്ങൾ എന്തായാലും വരണം. അപ്പം നമുക്ക് നേരെ സൺസെറ്റ് പോയിന്റിട്ട് പോകാം. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ കുഞ്ഞിതും വലുതുമായിട്ടുള്ള പാറകളുടെ ഭംഗിയും, പിന്നെ ഇവിടുത്തെ കടൽ തിരമാലകളുടെ ആ ഒരു ഫ്ലോനെസ് ആസ്വദിച്ച് നിൽക്കുന്നതൊക്കെ ഏറ്റവും മെയിൻ പാർട്ടാണ് ഈ സൺസെറ്റ് പോയിന്റിൽ. അതുമാത്രമല്ല നമ്മുടെ മനസ്സിനെ ഭയങ്കര പീസ്ഫുൾ ആക്കും. പിന്നെ ചില സമയത്ത് നമുക്ക് ഇവിടുത്തെ സ്കൈ അൺഎക്സ്പെക്റ്റഡ്ലി നമുക്ക് ഒരു പിങ്കിഷ് ഓറഞ്ച് അല്ലെങ്കിൽ പർപ്പിൾ ബ്ലൂ കളർ അല്ലെങ്കിൽ റെഡിഷ് യെല്ലോ അങ്ങനത്തെ കളർ കോമ്പോസ് വരുന്ന ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും സ്കൈയിൽ. ചില സമയത്ത് നമ്മൾ പോയപ്പോൾ ഒരു പക്ക
സൺസെറ്റ് വ്യൂ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ചില സമയത്ത് ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ കടലിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ കുറേ ആൾക്കാർ പല ടൈപ്പ് ഇങ്ങനെ കടൽ വെച്ച് നമ്മുടെ മൺകൊട്ടാരമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാകാനുണ്ടായിരുന്നു. ആദ്യം ഞങ്ങള് കടലിൽ മാത്രം കളിച്ച് അങ്ങനെ കൊട്ടാരം ഒന്നും ഉണ്ടാക്കാൻ പോയില്ല. പിന്നെ ഞങ്ങൾ അവിടുത്തെ പാറയിൽ കയറി കുറച്ചു നേരം ഇങ്ങനെ കളിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രല്ല അവിടെ കുറെ ആൾക്കാർ വന്നിട്ടത് കണ്ട് ഭയങ്കര ക്രൗഡ്നെസ്സും ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാര് എന്ന് വെച്ചാൽ ചില ആൾക്കാര് കണ്ണടകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പല സ്വാഗ് കണ്ണടയൊക്കെ ഇല്ലേ, അങ്ങനത്തെ കണ്ണട. പിന്നെ തഗ് ലൈഫിന്റെ കണ്ണടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് 2-3 കണ്ണടയൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ കുറെ ആൾക്കാർ എന്നുവെച്ചാൽ ഫിഷർമാനൊക്കെ അവിടുന്ന് നമ്മൾ കടലിൽ നിന്ന് പോയിട്ട് ചിപ്പി എന്ന് വെച്ചാൽ ഈ ലൈക്ക് ഗോലി സ്റ്റാർ ഫിഷിന്റെ ഷെല്ല്, ശംഖ്, അതേപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ചിപ്പില്ലേ, ഐ മീൻ ഇങ്ങനെ പവിഴ മുത്ത് ഉണ്ടാവുന്ന ഒരു കുഞ്ഞു ഷെല്ല്, അതൊക്കെ ആൾക്കാരെ പിടിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ സെല്ല് ചെയ്യാനുണ്ടായിരുന്നു. നല്ല റേറ്റ് ആട്ടോ. ഞാൻ ഒരെണ്ണം ഒരു ചേട്ടൻ ലൈവായിട്ട് പോയിട്ട് അങ്ങനെ പിടിച്ചോണ്ട് വന്നെ കണ്ടു. അങ്ങനെ ചുമ്മാ ഒന്ന് ആ ചേട്ടനോട് വില ചോദിച്ചപ്പോൾ ഒരെണ്ണത്തിന് തന്നെ 150 രൂപ. അതെന്തൊരു കുടുക്ക് പണിയുടെ അത്രേ ഉള്ളൊരു ഗോലിക്ക് കാണിച്ച് ഇവർ പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ സംഭവം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ ബീച്ചിന്റെ മണൽ വെച്ചിട്ട് ഞങ്ങൾ ആൾക്കാർ ചെയ്യണ പോലെ കൊട്ടാരം ഉണ്ടാക്കി. ഇങ്ങനെ ജസ്റ്റ് ഒരു കർവാക്കി വെച്ചിട്ട് കുറച്ച് വഴിയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ വേവ് ഇങ്ങനെ തിര അടിച്ച് വന്നപ്പോൾ ആ വഴി കൂടെ വെള്ളം കയറിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല വെക്കേഷനൊക്കെ ആകുമ്പോൾ ഒരു ബീച്ച് സൈഡിട്ടും പോകുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ബീച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാമല്ലോ. നമ്മുടെ ആലപ്പുഴയിലെ ബീച്ചും ഇതേപോലെ തന്നെയാണ്, നല്ല രസമാണ്. അതേപോലെ കോഴിക്കോടിലെ ബീച്ചും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു കന്യാകുമാരി. കണ്ടോ? അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സൂര്യൻ്റെ പലതരമായിട്ടുള്ള പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ആദ്യം നമ്മൾ വന്ന ടൈമിൽ ഏറ്റവും പൊക്കത്തായിരുന്നു, പിന്നെ ജസ്റ്റ് ഒന്ന് താഴ്ന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന അത്രയും ലെവലിൽ താഴ്ന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് പോകും. ഞങ്ങൾ ഇത് അങ്ങ് കടലിട്ട് ഇറങ്ങി സൺസെറ്റ് ആവുന്നത് പ്രതീക്ഷിച്ചാണ് വന്നെങ്കിലും സൺ അങ്ങനെയല്ല കേട്ടോ സെറ്റ് ആയത്. ലൈക്ക് ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു ലെവലില്ലേ, അതിൽ നിന്നും കൂടി കുറച്ചും കൂടി താഴ്ന്നിട്ട് ഇങ്ങനെ സ്കൈയിൽ നിന്ന് തന്നെ അങ്ങ് വാനീഷ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. കാർമേഘയിലായി ഞങ്ങൾ കറക്റ്റ് അന്ന് ആ കടലിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി സൺസെറ്റ് ആവുന്നത് കാണാമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ തന്നെ ഇങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ മണ്ണിൽ വെച്ചിട്ട് കൊട്ടാരം ഉണ്ടാക്കി. ഒരു കുഞ്ഞു കൊട്ടാരം കേട്ടോ, ആവറേജ് മല്ലു കൊട്ടാരം. എന്നിട്ട് നമ്മൾ നടുക്ക് കുറച്ച് വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഒരു വഴി ഉണ്ടാക്കി. അപ്പോൾ കടൽ തീരുമാനം ഇങ്ങനെ വരുമ്പോൾ ആ വെള്ളം അങ്ങ് അടിച്ച് കയറുമല്ലോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങ് നിന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോവണ്ടേ എന്നൊരു ആലോചനയിലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ച്. അതിനു മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തട്ടോ. നമ്മുടെ ഈ ഇവിടുത്തുള്ള ആൾക്കാർ പറയുന്നത് ഈ ഫുൾ മൂൺ ഡേയുടെ അന്ന് ഈ സൺ ഇങ്ങനെ പതിയെ സെറ്റ് ആവുന്നതും മൂൺ അങ്ങ് റൈസ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യാസ്തമവും ചന്ദ്രോദയവും നമുക്ക് ഏകദേശം അടുത്ത് തന്നെ കാണാൻ പറ്റും എന്നാണ് കേട്ടോ. നമുക്ക് അധികം നമ്മൾക്ക് അങ്ങനെ തോന്നില്ല, ബിക്കോസ് നമ്മൾ പോയ അന്ന് ഒരു ഫുൾ മൂൺ ഡേ അല്ലായിരുന്നു. ഇവിടുത്തെ ആൾക്കാരാട്ടോ പറയുന്നത് ഫുൾ മൂൺ ഡേക്ക് ഇങ്ങനെ സൺ സെറ്റ് ആവുന്നതും മൂൺ റൈസ് ആവുന്നതും ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഫുൾ മൂൺ ഡേക്ക് വന്നിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു.
എന്ന് വെച്ചാൽ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പക്ഷെ നമ്മൾ ഫുൾ മൂൺ ഡേ ഒക്കെ അല്ലല്ലോ വന്നത്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്, ഏകദേശം ഒരു 313 കിലോമീറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് കന്യാകുമാരിയിട്ട് 313 കിലോമീറ്റർ ആണെങ്കിൽ നമ്മുടെ കാഞ്ഞിരമറ്റത്ത് നിന്ന് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം നല്ല ദൂരം ഉണ്ടാവും. സോ നമ്മൾ അവിടുത്തെ സൺസെറ്റും അതൊക്കെ കണ്ട് അങ്ങ് ആസ്വദിച്ചു. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിട്ട് പോവാൻ കുറച്ചങ്ങ് ലേറ്റ് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ, വെയിറ്റിംഗ് ആയിരുന്നു. കാരണം വെച്ചാൽ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരങ്ങ് കുറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നാലും നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് എന്നാലും നമ്മൾ റൂമിട്ട് പോകത്തുള്ളൂ. സോ നമ്മൾ കുറച്ച് നേരം ഇവിടെ അങ്ങ് എൻജോയ് ചെയ്തു. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ അങ്ങ് സൺ അങ്ങ് ഭയങ്കരമായിട്ട് സൂം ഔട്ടായി പോയത്? എന്ന് വെച്ചാൽ ആ ടൈമിലായിരുന്നു ഞങ്ങളും കണ്ടത് സൺ അങ്ങ് ആകാശത്ത് തന്നെ അങ്ങ് വാനിഷ് ആയി പോയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൺസെറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 5:30 to 6:30 ആട്ടോ. ഇതിൻ്റെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ടൈമിങ് ചേഞ്ച് ആവുന്നത്. നമ്മൾ അതിന് മുമ്പ് എന്ന് വെച്ചാൽ 5:30ക്ക് മുമ്പ് ഒരു 30-45 മിനിറ്റിന് മുമ്പ് എത്തുക. നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിട്ട് പോയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആട്ടോ കുറച്ചും കൂടി നന്നായിട്ട് തിരമാല വരുന്നതും അതേപോലെ കുറച്ചും കൂടി വെള്ളമുള്ളതും നല്ല രസമായിരുന്നു. അത് മാത്രമല്ല ഇവിടെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഞണ്ടിനെയൊക്കെ കണ്ടു കേട്ടോ. കുറേ ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ ബീച്ചിൽ പോയിട്ട് എന്താ ഞണ്ടിനെയൊക്കെ കാണുന്നത്. സാധാരണ ഓരോ വീഡിയോസിൽ നമ്മളിങ്ങനെ കാണുമെങ്കിൽ നമ്മൾ ഇതുവരെ ഞാൻ നേരിട്ട് ഇങ്ങനെ പോയിട്ട് കണ്ടിട്ടില്ല. അതുമാത്രമല്ല ഞങ്ങളന്ന് മൂന്നാർ പോയില്ലേ, അപ്പോൾ ഒരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു. ആ റീൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പോൾ ആ റീൽ ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു ഞണ്ടിങ്ങനെ പാറപ്പുറത്ത് ഒരു കുഞ്ഞു കനാലാട്ടോ, അവിടെ 2-3 ഞണ്ട് അങ്ങനെ പോണ കണ്ടു. ചക്കു ആട്ടോ ആദ്യം പറഞ്ഞത് അങ്ങനെ ഞണ്ട് അവിടെ ഉണ്ടെന്ന്. പിന്നെ ആ പപ്പ ഇറങ്ങി, ഞാൻ ചക്ക നേരത്തെ ഇറങ്ങി, പപ്പ ഇറങ്ങി, ചേട്ടൻ ഇറങ്ങി കേട്ടോ. പപ്പ ആദ്യം ബർമുടയൊക്കെ മേടിച്ച് ഷോർട്സ് ഒക്കെ മേടിച്ച് റെഡി ആയിരുന്നെങ്കിലും പപ്പ മുണ്ടെടുത്തോണ്ട് ആദ്യം ഇറങ്ങിയത്. അന്നേരം ഞങ്ങളൊക്കെ പറഞ്ഞു പോയോ ഷോർട്സ് ഇട്ടിട്ട് വന്ന് കടലിട്ട് ഇറങ്ങി ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പപ്പ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷോർട്സും ബനിയനും ഇട്ട് സ്വാഗ് ലുക്കി വന്നിട്ടോ. അപ്പോഴേക്കും നമ്മുടെ സൺ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് വാനിഷ് ആയിപ്പോയി. അപ്പോൾ അപ്പോഴേക്കും ഒരു ചെറിയൊരു കുഞ്ഞ് പൊടിക്ക് ഒരു ഇരുട് വന്നായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞ് പൊടിക്ക്. എന്ന് വെച്ചാൽ നല്ല ലൈറ്റും ഉണ്ട്, എന്നാൽ ഒരു കുഞ്ഞ് ഡിംനെസ്സും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ കുറച്ച് നേരം 2-3 ഇങ്ങനെ കടലിട്ട് അങ്ങ് ഇറങ്ങി ഇരുന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് ഇങ്ങനെ ഈ ഷെല്ലൊക്കെ കിട്ടി കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഫിഷ് ടാങ്കിൽ നിന്ന് ഷെല്ലില്ല, അതേപോലത്തെ ഷെല്ലാട്ടോ. പിന്നെ ഞാൻ എടുത്തില്ല, അവിടെ തന്നെ ഇട്ടു. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറച്ച് 2-3 ഷെല്ലുണ്ട്, അപ്പോൾ വേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടു. പിന്നെ ഗൈസ്, ഇപ്പം നിങ്ങൾ എന്നെയും പപ്പേനെയും കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പുതിയ കണ്ണാട മേടിച്ചെന്ന് പറഞ്ഞില്ല, ഒരു കണ്ണാട, സ്വാഗ് കണ്ണാട. അപ്പോൾ അത് വെച്ച് ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ പാറപ്പുറത്ത് ഇരുന്നിട്ട് ഫോട്ടോ എടുത്ത് എന്നിട്ട് പപ്പയ്ക്ക് കൊടുത്തിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സ്ലൈഡ് ചെയ്ത് അങ്ങ് പോയി. അവിടെ നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ലൈഡ് ചെയ്ത് പോയപ്പോൾ എൻ്റെ ഡ്രസ്സ് അങ്ങ് ഫുൾ അങ്ങ് നനഞ്ഞു. പിന്നെ ഞാൻ അതേ വഴി അങ്ങ് കയറാൻ നേരത്തുനിന്ന് അടിച്ചല്ലി വീഴുകയും ചെയ്തായിരുന്നു. ഇപ്പം ആ ക്ലിപ്പാട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞാനിപ്പോൾ അവൻ മുങ്ങിക്കിടന്നില്ലേ, അതങ്ങ് കയറാൻ വേണ്ടി എൻ്റെ ഒരു കുഞ്ഞി ഇത് കാണിച്ച് അങ്ങ് കയറിയതാണ്. പക്ഷെ അങ്ങ് വഴുക്കലായിരുന്നു, നല്ല വഴുക്കലുണ്ടായിരുന്നു, അങ്ങ് തെന്നിയടിച്ച് വീണു. പിന്നെ വെള്ളം ആയിരുന്നു കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നന്നായിട്ട് നോക്കിയപ്പോഴേക്കും സൂര്യൻ അങ്ങ് ഫുൾ വാനീഷ് ആയിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പോഴേക്കും നല്ല ആൾക്കാർ വന്നത്, കാരണം വെച്ചാൽ സൺസെറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ആൾക്കാർ കൂടിയതുപോലെ എനിക്ക് തോന്നി.
പിന്നെ ഇവിടുത്തെ ഈ ഒരു കന്യാകുമാരി സൺസെറ്റ് പോയിന്റ് അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഔൾ ലേഡി ഓഫ് ചർച്ചും പിന്നെ വിവേകാനന്ദ മെമ്മോറിയൽ റോക്കും അമ്മൻ തിരുവള്ളുവറിന്റെ സ്റ്റാച്ചുവും കന്യാകുമാരി ബീച്ചും അതേപോലെ ഗാന്ധി മണ്ഡപവും അതൊക്കെയാട്ടോ. അപ്പൊ ശരിക്കും ഒരു ചൂട് പാക്കേജ് എന്നൊക്കെ പറയണം. ഈ ഒരു കന്യാകുമാരി ഫുൾ വൈബാട്ടോ ഇവിടെ. അതേപോലെ ഈ കന്യാകുമാരി ബീച്ചിലാണ് നമുക്ക് നമ്മുടെ സ്ലേറ്റിൽ എഴുതുന്ന വെള്ള പെൻസിൽ കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഞാനൊന്ന് ഇറങ്ങിയിരുന്നപ്പോഴേക്കും കടൽ എന്ന് വെച്ചാൽ ഷെല്ല് കിട്ടിയില്ലേ, അതേപോലെ നമ്മളൊന്ന് ഇറങ്ങിയിരുന്ന നമുക്ക് ഉറപ്പായിട്ടും അവിടുത്തെ ആ സ്ലേറ്റിൽ എഴുതുന്ന വെള്ള പെൻസിൽ കിട്ടും. ദെൻ നമ്മൾ കുറച്ച് നന്നായിട്ട് കളിച്ചു. പപ്പ അപ്പോഴേക്കും അവിടെ പപ്പയും ഫോട്ടോ എടുക്കാൻ പോയട്ടോ. ഞാനിരുന്ന പാറയുടെ അവിടെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബീച്ചിട്ട് വന്നതിന് ശേഷം നമ്മളല്ലാതെ ആവുമെന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നു. പപ്പയൊക്കെ ആണെങ്കിൽ പപ്പയുടെ കുട്ടിക്കാലത്തേക്ക് പോയത് പോലെയാണ് പപ്പ അവിടെ കിടന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തത്. അതിലെ വെള്ളമൊക്കെ കണ്ടപ്പോൾ നല്ല കോമഡി ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയും കാലും ഇവരിങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോയുടെ ഒരു പോസിങ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു വലിയ തിരമാല വന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനും ചക്കും അങ്ങ് വെള്ളത്തിലങ്ങ് കിടന്ന്. പിന്നെ ഞാൻ നീന്താൻ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞത്, എൻ്റെ കൈയും കാലും തൂക്കിയിട്ട് ഒരുമാതിരി പോത്തിന് ഇറക്കം കൊള്ളണ പോലെ എന്നെ അങ്ങ് അവരാട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നിട്ട് മതിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും ചേട്ടൻ പപ്പ അങ്ങ് കൈ വിട്ടു. അപ്പൊ ഞാൻ താഴെ കിടന്നിട്ടോ. പിന്നെ ചക്കുവിനെ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചപ്പോ ആ ചക്കുവിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ പപ്പ പറഞ്ഞു ഞാൻ അവളെ ഒറ്റയ്ക്ക് എടുത്തോളാം, എന്നിട്ട് ഇങ്ങനെ ആട്ടിക്കോളാന്ന് പറഞ്ഞ്. അപ്പൊ ചക്കു പറഞ്ഞു ആ ഓക്കെ എന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ല കോമഡിയുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. ഈ കന്യാകുമാരിയിലെ സൺസെറ്റ് പോയിന്റിട്ട് നമ്മൾ വന്ന ദിവസം നല്ല രസമായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് നന്നായിട്ട് ചില്ല് ചെയ്തു. മമ്മിയും ഇങ്ങനെ നമ്മുടെ ഈ ഒരു ബീച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി, വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നോർമൽ കോട്ടന്റെ കുർത്തിയൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ മമ്മിക്ക് ഇറങ്ങാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് വീഡിയോ പിടിക്കാൻ ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ വീഡിയോ പിടിക്കേണ്ട ആരെങ്കിലും എന്നല്ലേ ഇപ്പൊ നിങ്ങൾ കാണുന്നവർ നമുക്ക് കാണാൻ പറ്റൂ. അപ്പൊ പാവം മമ്മി അവിടെ നിന്നിട്ട് വീഡിയോ പിടിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പപ്പ കയറിയപ്പോഴേക്കും പപ്പയുടെ ആയിട്ട് വീഡിയോ പിടിക്കാൻ കൊടുത്തു. എന്നിട്ട് മമ്മി ഒന്ന് ഇറങ്ങി. മമ്മി ഭയങ്കരമായിട്ട് നമ്മൾ ഇറങ്ങണ പോലെ ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് അന്ന് വൈബ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങ് ഊർന്നിറങ്ങി ആസ്വദിച്ചതുപോലെ മമ്മി ആസ്വദിച്ചില്ല.
കുറച്ച് കഴിഞ്ഞ് മമ്മി കാലൊക്കെ നനച്ച് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്തതിന് ശേഷം മമ്മി ഇങ്ങ് കയറി. ബിക്കോസ് കുറച്ചും കൂടി കഴിഞ്ഞ മമ്മിയുടെ പാൻറ് ഫുള്ളും നനയും. കാരണം വെച്ചാൽ ഇച്ചിരി ബോട്ടം കുറച്ചങ്ങ് നനഞ്ഞ് മമ്മി അപ്രതീക്ഷിതമായ ഒരു വലിയ തിരുമല വന്ന് മമ്മീൻ്റെ കാലിൻ്റെ പാതി അങ്ങ് നനച്ചു. അതുകൊണ്ട് കുറച്ചും കൊണ്ട് കഴിഞ്ഞ മമ്മിയുടെ പാൻറ് ഫുള്ള് നനയുന്നു കൊണ്ട് തന്നെ മമ്മി അങ്ങ് കയറിയിട്ടോ. പിന്നെ പപ്പ ആ ഒരു കല്ലിൽ നിന്നിട്ട് അങ്ങ് കാറ്റ് കൊള്ളുമായിരുന്നു. എന്നിട്ട് ആ സൂര്യൻ ഫുള്ള് വാനിഷ് ആയോ എന്ന് നോക്കുമായിരുന്നു. കാരണം വെച്ചാൽ ആ ടൈമിൽ പപ്പ എന്താ പിന്നെ നമ്മുടെ ബീച്ചിട്ട് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ചില്ല് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പൊ പപ്പ കുറച്ചങ്ങ് ഇരുട്ടായപ്പോ നോക്കാം എന്താ നമ്മുടെ സൂര്യൻ വാനിഷ് ആയോ അങ്ങനെ നോക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് നീന്താൻ ശ്രമിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. നമ്മൾ ശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ ശ്രമത്തിൽ വിജയിച്ചില്ല. പിന്നെ നമ്മള് കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. മമ്മിയോടൊന്ന് പറയാനുണ്ടായിരുന്നു, കേറ് ഒന്ന്, നീ കേറ്, വന്ന് ഇരുടി തുടങ്ങി ഒന്ന് കേറാൻ. പക്ഷെ നമ്മള് കേറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ മനസ്സങ്ങ് വിട്ടുകൊടുക്കുന്നില്ലായിരുന്നു. എന്റെ മനസ്സ് പറയുമായിരുന്നു, അയ്യോ കേറല്ലേ, നീ കേറല്ലേ, എന്നെ വിട്ടിട്ട് പോവല്ലേ, ഇപ്പൊ കേറല്ലേ നീ, എനിക്ക് കുറച്ചേരം കൂടി ബീച്ച് ആസ്വദിക്കണം പ്ലീസ് പ്ലീസ് എന്ന് എന്റെ മനസ്സ് പറയായിരുന്നു. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ കുറച്ചേരം കൂടെ വെള്ളത്തിൽ കിടന്നു. ഞങ്ങൾ എല്ലാവരും വെള്ളത്തിൽ കിടക്കുമായിരുന്നു. പപ്പയും മമ്മിയും മാത്രമായിരുന്നു നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് അങ്ങ് കരയിട്ട് കയറിയെന്ന്. ഞങ്ങളൊക്കെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വൈബ് ചെയ്യായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളെ മനസ്സിനും നമുക്കും നമ്മുടെ ബ്രെയിനിനൊക്കെ ഒരു ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നല്ലൊരു ഫൺ ഫിൽ ഡേ എന്നൊക്കെ പറയാം. അതേപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ പപ്പ കുറച്ചു നേരം കാറ്റ് കയറാൻ കുറച്ചും കൂടി പൊക്കത്ത് കയറി. നേരത്തെ പപ്പ താഴെയായിരുന്നു. പിന്നെയും കുറച്ചും കൂടി പപ്പ പൊക്കത്ത് കയറിയിട്ട് കണ്ണാടയൊക്കെ വെച്ച് നല്ല സ്വാഗ് ചിൽ വൈബ് ഒക്കെ നന്നായിരിക്കായിരുന്നു. നമ്മള് തന്ത വൈബ് എന്ന് അറിയില്ലേ, പപ്പ പക്ഷെ വൈബ് തന്തയായിരുന്നു കേട്ടോ. നല്ല വൈബ് പപ്പ സീനായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ഫ്രെഡ് ചേട്ടൻ കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആ കടലിൽ കയറി ഇങ്ങനെ കളിച്ചിട്ട് ഞാനും പതിയെ കയറാനൊരു ശ്രമത്തിലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് വിട്ട് കൊടുക്കുന്നില്ല. മനസ്സ് പിന്നെയും എന്നെ വെള്ളത്തിൽ തന്നെ കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കയ്യിലും കാലിലൊക്കെ മണ്ണുണ്ടായിരുന്നല്ലോ, ആ മണ്ണൊക്കെ ഒന്ന് തുടച്ചണഞ്ഞിട്ട് ഞാനും കയറി. എന്നിട്ടും ചേട്ടായും ചക്ക അടിക്കായിരുന്നു. പിന്നെ ചക്കു കരയിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് എല്ലാവരും കയറി കഴിഞ്ഞിട്ടാണ് ചക്കു കയറിയത്. പിന്നെ ചേട്ടായി കുറച്ചു നേരം നീന്തൽ പരിശ്രമമൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടായും പതിയെ കയറാൻ തുടങ്ങി കേട്ടോ. എൻ്റെ തലയും എല്ലാം നന്നായിട്ട് ഉപ്പ് കൊണ്ടേക്കുമായിരുന്നു. ചില സമയത്ത് കണ്ണീട്ട് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ അറിയാതെ മുങ്ങിപ്പോകുമ്പോൾ കണ്ണ് തുറന്ന് വെച്ചല്ലേ കയറിയത്. അപ്പൊ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ, ഉപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മുടെ കന്യാകുമാരി വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മൾ ഒരു ഡേയും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിച്ചിരിക്കുക. ബൈ.